ഹലോ എവരിബഡി. നമ്മൾ ലാസ്റ്റ് സെഷനിൽ എവിടെ വെച്ചാൽ നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? കൺസിഡറേഷൻ എന്നൊരു പാർട്ടിലാണ് നിർത്തിയത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കൺസിഡറേഷൻ എന്ന പാർട്ട് എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളത്. കാരണം കോൺട്രാക്ട് ആക്ടില് ഒരു കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ ആയിട്ട് വരേണ്ട ഒരു ഭാഗമാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഫ്രീ കൺസെന്റ്, ലീഗാലിറ്റി ഓഫ് ഓബ്ജക്ട്, അങ്ങനെ സോ ആൻഡ് സോ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും കൺസിഡറേഷൻ എന്ന് പറഞ്ഞ വാക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയില്ല, എന്നാലും ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവം അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സെഷനിൽ നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ചർച്ച ചെയ്ത കൺസിഡറേഷൻ എന്താണെന്നുള്ളത് പഠിക്കാറുണ്ട്. അതിന് ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കൺസിഡറേഷന്റെ ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 2D പറയുന്നത്. ഇതാണ് ഡെഫിനിഷൻ. Consideration is defined as when, at the desire of the promiser, the promisee or any other person has done or abstained from doing, or does or abstains from doing, or promises to do or abstain from doing something. Such act or abstinence or promise is called consideration for the promise. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾ കേട്ടു. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, എല്ലാവർക്കും അത് മനസ്സിലായി കാണത്തില്ല. കാരണം ഇത്തിരി ഡിഫിക്കൽട്ടാണ് ആ സംഭവം. ഡിഫിക്കൽട്ട് സെൻസ് എളുപ്പമാണ്, പക്ഷെ അതിന്റെ ആ ഡെഫിനേഷൻ ഒന്ന് വ്യക്തമായിട്ട് പറയേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡെഫിനിഷനെ നമുക്കൊന്ന് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാം. എന്ന് വെച്ചാൽ പാർട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാം, അതായത് ഡിവൈഡ് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഡെഫിനിഷൻ എന്താന്ന് നോക്കുമ്പോൾ നമുക്ക് വാട്ട് ഈസ് കൺസിഡറേഷൻ എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അതെ, കൺസിഡറേഷന്റെ ഫസ്റ്റ് ഡെഫിനിഷന്റെ ഫസ്റ്റ് സൈഡ് എന്താ പറയുന്നത്? അറ്റ് ഡിസയർ ഓഫ് ദ പ്രോമിസർ എന്നൊരു ഭാഗം പറയുന്നുണ്ട്. ആ വാക്ക് ശ്രദ്ധിക്കുക, അറ്റ് ഡിസയർ ഓഫ് ദ പ്രോമിസർ. പ്രോമിസർ ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വൺ ഹൂ പ്രോമിസസ് ബിക്കംസ് എ പ്രോമിസർ. ആർക്ക് വേണ്ടിയാണോ, ആർക്ക് അടുത്താണോ പ്രോമിസ് ചെയ്യുന്നത് അയാൾ പ്രോമിസി എന്ന ആളെന്ന് വിളിക്കും. എന്ന് വെച്ചാൽ എൻ്റെ മകൻ എനിക്ക് അവനൊരു മിഠായി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചാൽ ഒരു മിഠായി കൊടുക്കാം എന്നൊരു വാഗ്ദാനം ചെയ്യുന്നു. ആ മിഠായി അവൻ സ്വീകരിക്കുമ്പോൾ അവൻ പ്രോമിസ് ചെയ്യും, ഞാൻ പ്രോമിസറുമായിട്ട് മാറും. സോ ഈ ഡെഫിനിഷനിൽ പറയുന്നത് പോലെ അറ്റ് ഡിസയർ ഓഫ് ദ പ്രോമിസർ എന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. The consideration must move from the desire of the promiser or request. എന്ന് വെച്ചാൽ കൺസിഡറേഷൻ എപ്പോഴും മൂവ് ചെയ്യേണ്ടത് പ്രോമിസറിന്റെ ആക്ടിലൂടെയാണ്. എന്ന് വെച്ചാൽ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസറിന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ്, താല്പര്യത്തിന്റെ പുറത്താണ്. ഇതെന്താണെന്നുള്ളത് പറയുമ്പോൾ ഞാൻ വളരെ പ്രസിദ്ധമായ ഒരു കേസ് പറയാം. അതിന്റെ ഫാക്ട്സ് പറയാൻ മനസ്സിലാവും. കേസിന്റെ പേര് ദുർഗപ്രസാദ് വേഴ്സസ് ബാൽഡിയോ എന്നാണ് കേസിന്റെ പേര്. ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഒരു ടൗണിന്റെ കളക്ടർ ഒരു മിസ്റ്റർ എക്സിനോട് ഓർഡർ ചെയ്തത് അവിടുത്തെ മാർക്കറ്റ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പറഞ്ഞു, കുറച്ച് റിനോവേഷനും ചെയ്യണമെന്ന് പറഞ്ഞു, മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടോണ്ട് മിസ്റ്റർ എക്സ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ആ മാർക്കറ്റിൽ കൺസ്ട്രക്ഷൻ ചെയ്യുകയും അവിടെ കുറെ ഷോപ്സ് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ അത് കണ്ടുകൊണ്ട് ഒരു മിസ്റ്റർ വൈ ആൻഡ് ഗ്രൂപ്പ് വന്നിട്ട് ഈ പറഞ്ഞ ഷോപ്സ് വാടകയ്ക്ക് ചോദിച്ചു. അപ്പൊ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ മിസ്റ്റർ വൈ ആൻഡ് ഗ്രൂപ്പ് പറഞ്ഞു, ഞങ്ങൾ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു കമ്മീഷന്റെ 1% മിസ്റ്റർ എക്സിന് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോ മിസ്റ്റർ വൈ ആൻഡ് ഗ്രൂപ്പ് അത് പാലിച്ചില്ല. ഇപ്പൊ മിസ്റ്റർ എക്സ് കേസിന് പോയി. ഇപ്പൊ കോടതി നോക്കിയത് ഇവിടെ കൺസിഡറേഷൻ ആ പാർട്ടാണ് നോക്കിയത്, ആ ഡെഫിനിഷന്റെ ഫസ്റ്റ് പാർട്ടാണ്, അതിന്റെ ഡിസയർ ഓഫ് ദ പ്രോമിസർ എന്നാണ്. അപ്പൊ ചോദ്യം ഇതായിരുന്നു, ഇവിടെ പ്രോമിസർ ആരാണ്? കളക്ടറാണോ, അതോ മിസ്റ്റർ എക്സ് ആണോ, അതോ മിസ്റ്റർ വൈ ആണോ, ആൻഡ് ഗ്രൂപ്പ് ആണോ? കോടതി തീരുമാനിച്ചത് മിസ്റ്റർ എക്സും അല്ല മിസ്റ്റർ വൈയും അല്ല എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ കൺസ്ട്രക്ഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചത് തന്നെ ഓൺ ദ ഓർഡർ ഓഫ് ദ കളക്ടറാണ്. കളക്ടറാണ് പ്രധാന ആള്.
മിസ്റ്റർ എക്സിന്റെ സ്വന്തം വിഷിന്റെ പുറത്തല്ല, സ്വന്തം താല്പര്യത്തിന്റെ പുറത്തല്ല കൺസ്ട്രക്ഷനും റിനോവേഷനും ചെയ്തത്. അതേപോലെ തന്നെ മിസ്റ്റർ വൈ ആൻഡ് ഗ്രൂപ്പ് അവര് ഡിസൈറിന്റെ പുറത്തുമല്ല ഈ ഷോപ്സ് എല്ലാം കൺസ്ട്രക്ട് ചെയ്തത്. സോ ഇവിടെ ഡിസൈർ എന്ന് പറഞ്ഞ സംഭവം വരുന്നത്, പ്രോമിസ് എന്ന് പറയുന്നത് ഏകദേശം വരുന്നത് കളക്ടറിന്റെ അടുത്താണ്. പക്ഷെ കളക്ടറിന്റെ ഓർഡർ ആണ്, ഇറ്റ്സ് നോട്ട് എ പ്രോമിസ്, ഇറ്റ്സ് ആൻ ഓർഡർ. സോ കോടതി എന്താ പറഞ്ഞത്? മിസ്റ്റർ എക്സും മിസ്റ്റർ വൈയും തമ്മിലുള്ള കേസിൽ മിസ്റ്റർ എക്സ് കൊടുത്ത കേസ് തള്ളിയിട്ട് പറഞ്ഞു മിസ്റ്റർ എക്സ് പ്രോമിസറും അല്ല, ഇവിടെ കൺസിഡറേഷൻ മൂവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൺസിഡറേഷൻ മൂവ് ചെയ്യേണ്ടത് അറ്റ് ഡിസയർ ഓഫ് ദ പ്രോമിസർ എന്നൊരു ഭാഗമാണ്. ശരി, ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു പോയിന്റിലോട്ട് പോവാം. കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ എന്ന് പറഞ്ഞൊരു വാക്ക് പറയുന്നുണ്ട് ഡെഫിനിഷനിൽ. നിങ്ങൾ ശ്രദ്ധിച്ച ഡെഫിനിഷൻ കേട്ടാൽ മനസ്സിലാവുന്നത്. അത് പറയുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് ലായിൽ എന്താ പറയുന്നത് നോക്കാം. ഇംഗ്ലീഷ് ലായിൽ പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദ പ്രോമിസി എന്നാണ് പറയുന്നത്. പ്രോമിസിയുടെ അടുത്ത് തന്നെ ആയിരിക്കണം കൺസിഡറേഷൻ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രോമിസി അല്ല ഇന്ത്യയിലാണെങ്കിൽ അർത്ഥം വേറെയാണ്. ഇന്ത്യൻ ലോയിലാണെങ്കിൽ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ, എ സ്ട്രേഞ്ചർ ആൾസോ എന്ന് വെച്ചാൽ ഒരു സ്ട്രേഞ്ചറിന്, ഒരു അപരിചിതനും കൺസിഡറേഷൻ മൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ പാർട്ട് മനസ്സിലായി കാണത്തില്ല. അപ്പൊ ഞാൻ മറ്റൊരു കേസിലോട്ട് വിളിക്കാം. ആ കേസിൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഈ കേസിന്റെ പേരാണ് ചിന്നയ്യ വേഴ്സസ് രാമയ്യ. ഈ കേസിൽ സംഭവിച്ചത് ഒരു വയസ്സായ സ്ത്രീ, നല്ല സ്വത്തൊക്കെയുള്ള സ്ത്രീയാണ്. അവര് മകളുമായിട്ട് മകൾക്ക് കുറച്ച് പ്രോപ്പർട്ടി ഗിഫ്റ്റ് ചെയ്തു കൊടുത്തു, ഫ്രീ ആയിട്ട് കൊടുത്തു, വിത്ത് എ കണ്ടീഷൻ. അവരുടെ സിസ്റ്റർ ഉണ്ട്, സഹോദരി ഉണ്ട്, അവർക്ക് മന്ത്ലി ഒരു പേയ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു, മെയിൻ്റെനൻസ് പോലെ പേയ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് മകൾ എഗ്രി ചെയ്തു. അപ്പൊ ഈ ഓൾഡ് ലേഡിയാണ്, ശ്രദ്ധിക്കുക, ഈ ഓൾഡ് ലേഡി പ്രോമിസർ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു മകൾക്ക്. എന്നിട്ട് ഒരു കണ്ടീഷൻ പറഞ്ഞു, സ്റ്റിമുലേറ്റ് ചെയ്തു. സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീയുടെ സഹോദരിക്ക് മന്ത്ലി ഒരു മെയിൻ്റെനൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കെ ഇത് കേട്ടോടെ തന്നെ മകൾ എന്ത് ചെയ്ത്, മകൾ ആ പറഞ്ഞ സിസ്റ്ററുമായിട്ട്, ആ ഓൾഡ് ലേഡിയുടെ സിസ്റ്ററുമായിട്ട്, എന്നുവെച്ചാൽ അവർ ആണ്ട് അവരുമായിട്ട് ചേർന്നിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചു. ഈ പറഞ്ഞത് നടപ്പിലാക്കാന്ന് പറഞ്ഞുകൊണ്ട് എഗ്രിമെന്റ് വെച്ചു. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് എഗ്രിമെന്റ് വെച്ചെങ്കിലും മകൾ അത് പാലിച്ചില്ല, മകളുടെ താല്പര്യം കാണിച്ചില്ല. താല്പര്യം കാണിക്കാത്ത അവസ്ഥയിൽ എന്ത് പറ്റിയെന്നറിയാമോ? കേസായി. ഇപ്പൊ കോടതിയിൽ കേസ് വന്നപ്പോ ഏത് കോടതി അറിയോ? മദ്രാസ് ഹൈക്കോർട്ടിൽ വന്നു. അപ്പൊ ഹൈക്കോർട്ടിലാണ് കേസ് വന്നത്. കേസ് വന്നപ്പോ കോടതിയിൽ മകള് പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന ആണ്ട്, അതായത് ആ ലേഡിക്ക്, ഓൾഡ് ലേഡിയുടെ സഹോദരിക്ക് അവരുടെ സൈഡിൽ നിന്ന് കൺസിഡറേഷൻ ഒന്നും മൂവ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നത്തിങ്, ബിഗ് സീറോ, ഒന്നും മൂവ് ചെയ്തിട്ടില്ല. അപ്പോ അടുത്ത ചോദ്യം ആരെടുത്തായിരുന്നു? ആ പറഞ്ഞ സിസ്റ്ററിന്റെ അടുത്തായിരുന്നു, ആ ആണ്ടിന്റെ അടുത്ത്. അവര് പറഞ്ഞത് എനിക്കുള്ള കൺസിഡറേഷൻ എന്റെ സഹോദരി മൂവ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തതനുസരിച്ച് മകൾക്ക് വേണ്ടി. അപ്പോ മകളുടെ മറ്റൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അതിൽ പറയാം, ഈ പറഞ്ഞിരിക്കുന്ന ലേഡി ഓണ്ട് ഈസ് എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറഞ്ഞു. ഇത് കോടതി മുമ്പിൽ ഇതാണ് ഉത്തരം ചോദ്യം ചെയ്തായിരുന്നു, അവർക്ക് സ്റ്റാറ്റസ് എന്തുവാണെന്നുള്ളത്. അവസാനം കോടതി ആർക്ക് അനുകൂലമായിട്ട് പറഞ്ഞു? ആ ഓൾഡ് ലേഡിയുടെ സഹോദരിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു. അതിന്റെ കാരണം എന്താ പറഞ്ഞറിയോ? ഇവിടെ ആ സ്ട്രേഞ്ചർ, ഷീസ് എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ, ഷീസ് എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ, ബട്ട് ഷീസ് എ പാർട്ടി ടു ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിലെ പാർട്ടിയാണ്, പക്ഷെ കൺസിഡറേഷൻ സ്ട്രേഞ്ചർ ആണ്. ശരിയാണ്, ഈ മൂവ്മെന്റ് നടത്തിയില്ല. പ്രോപ്പർട്ടി മാറ്റുന്നതിനും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സമയത്തൊന്നും ഈ പറഞ്ഞ ആ ഗ്രൂപ്പ് ഇതിനകത്ത് ഇവർ പാർട്ടി ആയിരുന്നെങ്കിലും ആ കൺസിഡറേഷൻ ലെവൽ ബന്ധമില്ല. അപ്പൊ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കോടതി. ബട്ട് സ്റ്റിൽ അവർ പാർട്ടി ടു ദ കോൺട്രാക്ട് ആണ്. സോ ഷീ ഹാസ് എവരി റൈറ്റ് ടു എൻഫോഴ്സ് ദാറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു. കാരണം
ആ ലേഡിയുടെ സഹോദരി പ്രോപ്പർട്ടി മകൾക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ, അതായത് പ്രോമിസിക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ വെച്ചിട്ട് കണ്ടീഷൻ അനുസരിച്ച് ഒരു മെയിൻ്റനൻസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മെയിൻ്റനൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഈ പറഞ്ഞിരിക്കുന്ന ആരാണ്? ഈ ഓൾഡ് ലേഡിയുടെ സഹോദരിയുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ബിക്കംസ് എ വാലിഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു. ആ പ്രോപ്പർട്ടി ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ is also for the benefit of the old lady sister. അപ്പോൾ ദാറ്റ്സ് എനഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ മകളും മറ്റേ ആ ലേഡിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എഗ്രിമെന്റിൽ കൺസിഡറേഷൻ മൂവ് ചെയ്തിട്ടില്ലെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന അമൗണ്ടിന് വേണ്ടി അവരുടെ സിസ്റ്റർ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതനുസരിച്ച് ആ പ്രോപ്പർട്ടി ബെനിഫിറ്റിന് വേണ്ടിയാണ്, ഈ ലേഡിയുടെ കൂടെ ബെനിഫിറ്റിന് വേണ്ടിയാണ്, ആ ഗ്രൗണ്ട് പുറത്ത് കൺസിഡറേഷൻ എനഫ് ആണെന്ന് കോടതി പറഞ്ഞു. ഇതാണ് ചിന്നയ വേഴ്സസ് രാമയ്യയിലെ കേസ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷനും സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റും ഉണ്ട്. ഈ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് വെച്ചാൽ അവർ പാർട്ടിയാണ്, കോൺട്രാക്റ്റിൽ പാർട്ടിയാണ്. അപ്പോ നമ്മൾ ചിന്നയ വേഴ്സസ് രാമയ്യ എന്ന കേസ് ഫാക്ട്സ് ഒക്കെ മനസ്സിലാക്കി. അപ്പൊ ആ പോയിന്റില് നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവങ്ങൾ നടന്നു എന്നുള്ളത്. ഇവിടെ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ആണ് ആ ആണ്ട് എന്ന് പറയുന്നത്. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ അപരിചിതനാണ്. സോ ഷീസ് എ പാർട്ടി ടു ദ കോൺട്രാക്ട്. അവർക്ക് പാർട്ടിയാണ്, അവർക്ക് എഫേർട്സ് ചെയ്യാം. പക്ഷെ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ആണെങ്കിലോ പറ്റില്ല. ഷീസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട്. സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ആണെങ്കിൽ നടക്കില്ല. ഈ രണ്ട് പോയിന്റാണ് പ്രധാനമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ലോയില് ഒരു പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ക്യാൻ, അവർക്ക് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദം, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഇന്ത്യൻ ലോയിൽ അങ്ങനെയാണ്. ശരി, നമുക്കിനി അടുത്ത പോയിന്റിലോട്ട് പോവാം. ഡെഫിനിഷനിലൊന്നിട്ട് വരാം. ഡെഫിനിഷൻ പറഞ്ഞ ഭാഗങ്ങളോട്ട് നോക്കാം. ഇറ്റ് ഈസ് an act, such act or abstinence or promise എന്നൊരു ഭാഗം പറയുന്നുണ്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ സഹോദരനായ മിസ്റ്റർ എക്സിന് ഗുഡ്സ് കൊടുക്കുക. എന്നുവെച്ചാൽ ബിസിനസ് ആണ് അയാൾക്ക്. നിങ്ങളോട് പറയുന്നത് എൻ്റെ സഹോദരൻ എക്സിന് ഗുഡ്സ് കൊടുക്കുക. ഈ ഗുഡ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ പേയ്മെന്റ് ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു കോൺട്രാക്റ്റാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ആ ഗുഡ്സ് കൊടുക്കുന്നു, താങ്കൾ കൊടുക്കുന്ന ഗുഡ്സിനാണ് അത് ഞാൻ പേയ്മെന്റ് ചെയ്യാം എന്ന് പറയുന്നു. ഇവിടെ കൺസിഡറേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഗുഡ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതാണ് എന്റെ കൺസിഡറേഷൻ. നിങ്ങളുടെ കൺസിഡറേഷൻ എന്റെ പേയ്മെന്റ്. അപ്പോൾ ഇത് ഒരു പോയിന്റ് ആണ്. ഇതൊരു പോസിറ്റീവ് ആക്ട് ആണ്. എന്താണ് പോസിറ്റീവ് ആയിട്ട്? ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിന്റെ കാര്യമുണ്ട്, ചെയ്യാതിരിക്കുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ട്. അതായത് തന്നെ പറയുന്നുണ്ട് സച്ച് ആൻ ആക്ട് ഓർ അബ്സ്റ്റനൻസ്. അബ്സ്റ്റനൻസ് എന്നൊരു വാക്കുണ്ട്, റിഫ്രൈനിങ്, മാറി നിൽക്കുക എന്നൊക്കെ അർത്ഥമാണ് അതിലുള്ളത്. ഫോർ എക്സാമ്പിള്, ഞാൻ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തോണ്ടിരിക്കട്ടെ. ഒരു മിസ്റ്റർ എക്സിന് ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. ആ വാടക സ്ഥിരമായിട്ട് അദ്ദേഹം തരുന്നില്ല. തരാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരുപാട് പൈസ എനിക്ക് തിരിച്ച് കിട്ടാറുണ്ട്. എനിക്ക് മിസ്റ്റർ എക്സ് പൈസ തരുന്നുമില്ല, വാടക തരുന്നില്ല. ഞാൻ കോടതി കേസ് കൊടുത്തു, ഒരു സിവിൽ കോടതി കേസ് കൊടുത്തു. കേസ് വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നു. അപ്പൊ കോടതി ഉത്തരവായി നിങ്ങളെ, അതായത് മിസ്റ്റർ എക്സിനെ പുറത്താക്കാനായിട്ടുള്ള ഉത്തരവായി. അപ്പൊ അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ മിസ്റ്റർ എക്സ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ദയവായി സർ, ഞാൻ 1 മാസത്തെ സമയം എനിക്ക് തരണം. 1 മാസം കൊണ്ട് ഇപ്പോൾ കിട്ടുന്ന പലിശയെക്കാളും കൂടുതൽ പലിശ തന്ന് ഞാൻ 1 മാസത്തിനകത്ത് ഈ വീട് ഒഴിഞ്ഞോളാം എന്ന് പറയുന്നു. പകരം സാറ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോരെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എനിക്ക് ഹാപ്പിയായി. ഞാൻ പക്ഷേ എന്താ ചെയ്യുന്നത്? ഞാൻ അദ്ദേഹം പറഞ്ഞ് റിക്വസ്റ്റ് സ്വീകരിച്ചു, ഞാൻ പുറകോട്ട് മാറി. ഈ പുറകോട്ട് മാറുമ്പോൾ ഞാൻ ചെയ്തൊരു അബ്സ്റ്റനൻസ് ആക്ട് ആണ്. ആക്ട് ചെയ്യാതിരിക്കുന്നു.
അത് നെഗറ്റീവ് ഫോമിലാണ്. മറ്റേത് ആക്ട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, എക്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ പുറകോട്ട് നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്, അതൊരു നെഗറ്റീവ് ഫോമാണ്. ഇത് ഒരു കൺസിഡറേഷൻ, വാലിഡ് കൺസിഡറേഷൻ ആണ്. എനിക്ക് കിട്ടുന്ന വാലിഡ് കൺസിഡറേഷൻ ആണ്. അതെ അല്ലേ? ഇതാണ് അടുത്ത പോയിന്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സംഭവം കണ്ടിട്ടുണ്ടാവും, ഈ കോംപ്രമൈസ് ആയിട്ടുള്ള ഈ ക്രെഡിറ്റേഴ്സുമായിട്ട് കടം നമ്മൾ ഒരുപാട് വാങ്ങിച്ചു കൂട്ടിയിട്ട് നമ്മൾ അവസാനം കടന്ന അടുത്തെന്ന് പറയും, ഒരുപാട് കടക്കാരെ കൊണ്ടായിരിക്കും. ഇവരോട് എല്ലാം ചെന്ന് പറയും, എനിക്കൊരു ഒരു വർഷത്തെ സമയം തരണം, ഒരു വർഷത്തിനകത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഇത് കൊടുത്ത് തീർക്കാം, കടങ്ങളൊക്കെ തീർക്കാം എന്ന് പറയും. ഇതെല്ലാം ഒരു ആക്ടാണ്, അബ്സ്റ്റൻസിന്റെ ആക്ടാണ്. ഇതെല്ലാം വാലിഡ് കൺസിഡറേഷൻ ഉള്ളതാണ്. ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്, ആക്ട് റിഫ്രെയിനിങ് ആണ്, പുറകോട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് കൺസിഡറേഷന്റെ ഭാഗമാണ്. ഇനി അടുത്തതിലോട്ട് പോവാം, ഡെഫിനിഷനിലോട്ട് തിരിച്ചു പോവാം. നടുക്കത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം എന്നൊരു ഭാഗം പറയുന്നുണ്ട്. ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് എന്ന്. ഡൺ ഓർ അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ആക്ട് എന്ന് പറയുന്നത് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയും. ഈ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞ ഇംഗ്ലീഷ് ലോയിൽ അലൗഡ് അല്ല, തലകളെ, പക്ഷെ ഇന്ത്യൻ ലോയിൽ അലൗഡ് ആണ്. എന്താണ് ഈ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ? ആ വാക്യത്തിനുണ്ട് പാസ്റ്റ്, പാസ്റ്റ് കാലം എന്ന് പറയത്തില്ലേ? എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്കൊരു എന്താ പറയുക, ഒരു സി എയുടെ കമ്പനിയാണ്. ഞാനൊരു സി എക്കാരനാണ്, എനിക്കൊരു കമ്പനി ഉണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ അവിടുത്തെ വർക്കറായിട്ട് ഞാനൊരു മിസ്റ്റർ വൈനെ അപ്പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത് പറയുന്നു എനിക്ക് വേണ്ടി ഒന്ന് വർക്ക് ചെയ്യുമെന്ന് വരുന്നു. അപ്പൊ മിസ്റ്റർ വൈ ആണെങ്കിൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ ശമ്പളത്തെ പറ്റി സംസാരിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മിസ്റ്റർ വൈ എനിക്ക് വേണ്ടി 1 വർഷം വർക്ക് ചെയ്യുന്നു. 1 വർഷം പേയ്മെന്റ് ഇല്ല വർക്ക് ചെയ്തപ്പോ എനിക്ക് തോന്നി ഇയാളുടെ വർക്ക് കൊള്ളാലോ എന്ന് തോന്നി. ഞാൻ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട്, ഇപ്പൊ 2020 ആണ്, 2019 തൊട്ട് ഇതുവരെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ പ്രസന്റ് ആയിട്ടൊരു പ്രോമിസ് പറയുന്നു, നിങ്ങൾ ഇത്രയും നാൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം, എന്തെങ്കിലും തരാമെന്ന് പറയും. ഇങ്ങനെ നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഈ സംഭവത്തിൽ സംഭവിച്ചത് പാസ്റ്റായിട്ട് നടന്ന ഒരു കൺസിഡറേഷൻ എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തത് കൺസിഡറേഷൻ, ആ കൺസിഡറേഷൻ പ്രസന്റ് ഈ 2020 ഓഗസ്റ്റില് ഞാൻ പറയുന്നു, പാസ്റ്റായിട്ട് നടന്ന സംഭവത്തിൽ പറഞ്ഞു നിങ്ങളെ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറയുന്നു. ഇങ്ങനെ നടന്ന കൺസിഡറേഷന്റെ പേരാണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഞാൻ ആ ആക്ടിനെ കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറയുന്നു, പുള്ളി ചെയ്ത വർക്കിന് ബെനിഫിറ്റിന് വേണ്ടി ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറയുന്നു. ഇതാണ് പാസ്റ്റ് കൺസിഡറേഷൻ. ഇനി അടുത്തത് എന്താണ്? ദസ് ഓർ അബ്സ്റ്റെയിൻസ്. അതും ഡെഫിനിഷൻ പറയുന്നതാണ്. എന്താണ് ഈ ഡസ് ഓർ അബ്സ്റ്റെയിൻസ് എന്ന് പറയുന്നത്? അത് പ്രസന്റ് കൺസിഡറേഷൻ ആണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. അത് വളരെ സിമ്പിൾ ആണ്, സാധാരണ നടക്കുന്ന കൺസിഡറേഷൻ ആണ്. എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു കാർ വിൽക്കാന്ന് പറയുന്നു, ആ കാറിന് ഞാൻ 1 lakh പറയുന്നു. ഞാൻ പലപ്പോഴും ഒരു എക്സാമ്പിൾ ആണത്. കാർ വിൽക്കാന്ന് പറയുന്നു, അതിന് 1 ലക്ഷം രൂപ ഞാൻ വില പറയുന്നു, അത് നിങ്ങൾ ഓക്കെ പറയുന്നു, നിങ്ങൾ ആ കാർ വാങ്ങിച്ചിട്ട് പോകുന്നു, എനിക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നു. ദിസ് കൺസിഡറേഷൻ പെർസെന്റ് ആണെന്ന്. ഓഗസ്റ്റ് മാസം ഇന്ന് ഡേറ്റിനനുസരിച്ച് ഇന്ന് ഡേറ്റ് 5 അല്ലേ, അപ്പൊ ഇന്ന് ഡേറ്റ് 5 നടക്കുന്നിരിക്കുന്നു. ഇതാണ് എന്താ പറയാ കൺസിഡറേഷൻ, പ്രസന്റ് കൺസിഡറേഷൻ, അതായത് എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. ഇനി അടുത്തത് ലാസ്റ്റ് ആണ് ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ഇവിടെ കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത് പ്രസന്റിലല്ല, പാസ്റ്റിലാണ് മൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് താങ്കൾ വന്ന് പറയുന്നു എനിക്ക് ഇതിൻ്റെ ബിസിനസ് ഉണ്ട്, ഡീലർഷിപ്പ് ഉണ്ട്, ഈ തുണിയുടെ ടെക്സ്റ്റൈൽസിന്റെ. അപ്പൊ താങ്കൾ വന്ന് എൻ്റെ അടുത്ത് പറയുന്നു, നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് കുറച്ച് ഗുഡ്സ് വേണമെന്ന് പറയുന്നു. പക്ഷെ അതിന് 2 ആഴ്ച കഴിഞ്ഞ് പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നു ശരി, 2 ആഴ്ച കൊണ്ട് നിങ്ങൾ പൈസ എത്തിക്കുക, പക്ഷെ ഗുഡ്സ് 3 ആഴ്ചയ്ക്ക് നിങ്ങളുടെ കയ്യിലെത്തും എന്ന് പറയുന്നു. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്രസന്റിലും അല്ല പാസ്റ്റിലും അല്ല, ഇത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ കൺസിഡറേഷൻ നടക്കുന്നത്, ട്രാൻസാക്ഷൻ നടക്കുന്നത് ഫ്യൂച്ചറിൽ മാത്രമാണ്. അപ്പൊ ഫ്യൂച്ചറിൽ ആ പറഞ്ഞിരിക്കുന്ന സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കൺസിഡറേഷൻ വിളിക്കുന്നവരാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ ഓർ
എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ഇതാണ് പറയുന്നത് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. ഇത് ഡെഫിനിഷനായി. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് കുറച്ച് പോയിന്റ്സ് അധികം പറയാം. ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്കൊരു 1 കോടി രൂപയുടെ വീടുണ്ടെന്നിരിക്കട്ടെ. 1 കോടി രൂപയുടെ വീട്. നിങ്ങൾക്ക് ഞാനതൊരു 10 ലക്ഷം രൂപ തന്ന് അത് വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? നിങ്ങളുടെ സമ്മതം ഉണ്ട് കേട്ടോ. നിങ്ങൾ സമ്മതിക്കുന്നു 1 കോടിയുടെ വീട് 10 ലക്ഷത്തിന് മതി എന്ന് പറയുന്നു. ഇത് എന്താ ഇങ്ങനെ നടക്കുന്നത്? ഇവിടെ എന്ത് കൺസിഡറേഷനാണ് നടക്കുന്നത്? അതെ, ഇത് സാമാന്യമായിട്ട് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. കാരണം കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ 1 കോടി രൂപയുടെ വീടാണെങ്കിൽ 2 കോടി രൂപയ്ക്ക് തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 കോടി രൂപയ്ക്ക് തന്നെ വാങ്ങിക്കണം, വിൽക്കണം എന്നൊരു ഇതില്ല. അവരൊരു സ്റ്റെപ്പേ ഇല്ല. കോടതിയുടെ കണ്ണിൽ അത് വരുമ്പോൾ കോടതിയുടെ ഉത്തരവാദിത്വമല്ല കൺസിഡറേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ 1 കോടി രൂപയുടെ വീടിന് വില 1.25 കോടി കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ കോടതിക്ക് പറയാൻ പറ്റത്തില്ല. കോടതി ഇടപെടത്തുമില്ല. കാരണം ഇന്ത്യൻ ലോ അനുസരിച്ച് സംതിങ് ഇൻ വാല്യൂ വെറുതെ അല്ല, സംതിങ് ഇൻ വാല്യൂ ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അവസരം കോടതി ഇടപെടത്തില്ല. പക്ഷേ എക്സ്പ്ലനേഷൻ 2 സെക്ഷൻ 25 ഒരു ഭാഗം പറയുന്നുണ്ട്. ആ എക്സ്പ്ലനേഷൻ 2 സെക്ഷൻ 25 ഒരു കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ അഡ്വക്കേറ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺസെന്റ് ഫ്രീ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കേട്ടോളൂ, ഒരു കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ അഡ്വക്കേറ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺസെന്റ് ഫ്രീ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല, വോയിഡ് ആകത്തില്ല. അതിന് ഈ എക്സാമ്പിൾ തന്നെ പറയാം. 1 കോടി രൂപയുടെ വീട് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്ന കഥ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഈ 10 ലക്ഷം രൂപ കിട്ടുന്ന, ഇപ്പൊ ഞാനാണ് എൻ്റെ ഓണറെങ്കിൽ 10 ലക്ഷം രൂപ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ മിണ്ടാതെ വാങ്ങിക്കുകയാണെങ്കിൽ അത് ലീഗലി വാലിഡ് ആണ്, തെറ്റില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കോടതി ഇടപെടാനുള്ള ഒന്നാമത്തെ പ്രധാന സാഹചര്യങ്ങളൊന്നും ഇതാണ്. ഇപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത് 1 കോടി രൂപയുടെ വീട് ഞാൻ താങ്കൾ വിൽക്കുന്നു, താങ്കൾ അത് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്നു. എന്നിട്ട് ഞാൻ പിന്നീട് പറയുന്നു, പരാതി കൊടുക്കുന്നു, ഇങ്ങനെ കൊടുക്കേണ്ടി വന്നത് എൻ്റെ ഫ്രീ കൺസെന്റ് പുറത്തല്ല എന്ന് പറഞ്ഞു. ഫ്രീ കൺസെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഞാൻ പിന്നെ അടുത്ത സെഷനിൽ പറയാം. ഇപ്പൊ ഫ്രീ കൺസെന്റിന്റെ പുറത്തല്ല, എൻ്റെ പരിപൂർണ്ണ സമ്മതത്തോടെ, മനസ്സിന്റെ സമ്മതത്തോടെ അല്ല ഈ പറഞ്ഞ കൺസിഡറേഷൻ പാസ് ചെയ്തിരിക്കുന്നു പറയുന്നു. അങ്ങനെ അവസ്ഥയിൽ മാത്രം കോടതി ഇടപെട്ട് അഡ്വക്കേറ്റ് ആണോ അല്ലയോ എന്ന് നോക്കും, അല്ലെങ്കിൽ കോടതി നോക്കത്തില്ല. ഇനി മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്, ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി. കൺസിഡറേഷന്റെ ഒരു അവസ്ഥയാണ് ലീഗൽ ഇമ്പോസിബിലിറ്റി. ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി തന്നെ ഞാൻ എടുത്തത്, അത് കൺസിഡറേഷൻ അല്ല, നല്ല കൺസിഡറേഷൻ അല്ല അത്. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഒരു ഗ്രാൻഡ് മാ മരിച്ചു പോയിട്ട് ഇരിക്കട്ടെ, ജീവനോട്ടെങ്കിൽ നല്ല കാര്യം. അപ്പൊ അദ്ദേഹം മരിച്ചുപോയെന്ന് പറയുന്നു നിങ്ങളുടെ ഗ്രാൻഡ് മാ. അപ്പൊ ഞാൻ വന്ന് പറയുന്നു, എനിക്കൊരു 500 രൂപ തന്നാൽ നിങ്ങളുടെ ഗ്രാൻഡ് മായുടെ ശരീരത്തിലേക്ക് ജീവൻ വെച്ചു കൊടുക്കാന്ന് പറയുന്നു. നടക്കുമോ? നടക്കുന്ന കാര്യമില്ല. ശരിക്കും റിയൽ ലൈഫിൽ നടക്കത്തില്ല, കോടതിയിൽ ഇൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് നോട്ട് എ ഗുഡ് കൺസിഡറേഷൻ ആണ്. ഫിസിക്കലി ഇമ്പോസിബിൾ, ഒരിക്കലും നടക്കാത്ത കാര്യം. ഇവിടെ കൺസിഡറേഷൻ പാസ് ചെയ്താൽ 500 രൂപ പാസ് ചെയ്താലും ഈ പറഞ്ഞ 500 രൂപ കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ആ കേസിൽ പോകാമെന്ന് വിചാരിച്ചാൽ മണ്ടത്തരമായിരിക്കും. കോടതി അപ്പം എടുത്ത് അയ്യത്ത് കളയും. മറ്റൊന്നാണ് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി. എന്താ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി അടുത്തത് ലീഗൽ ഇമ്പോസിബിലിറ്റി. ഇത് ചെറിയൊരു കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരു വേലക്കാരൻ, ഒരു മിസ്റ്റർ എക്സ് എന്ന് കേട്ടെ, എൻ്റെ ഒരു വേലക്കാരനാണ്. അയാൾ അവിടെ എനിക്ക് വേണ്ടിയുള്ള ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു 1000 രൂപ കടം വാങ്ങിച്ചെന്നിരിക്കട്ടെ. അപ്പൊ 1000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് താങ്കൾ കടം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ 1000 രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ താങ്കൾ എന്ത് ചെയ്ത്, എന്റെ സെർവന്റായ മിസ്റ്റർ എക്സുമായിട്ട് ചേർന്ന് ഒരു ചെറിയൊരു കോൺട്രാക്ട് ഏർപ്പെട്ടു, എഗ്രിമെന്റ്. എന്തെന്ന് വെച്ചാല് 200 രൂപ താങ്കൾ
ജോലിക്കാരന് കൊടുക്കാമെന്ന് പറഞ്ഞു. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ഞാനും താങ്കളുമായിട്ടുള്ള ആ ഡീലിംഗ് എന്ന് വെച്ചാൽ എനിക്ക് തരാനുള്ള 1000 രൂപയുടെ ആ ഡീലിംഗ് ഈ 200 രൂപ വേലക്കാരന് പാസ് ചെയ്തിട്ട് ആ വേലക്കാരൻ ഇടപെട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇടപാട് തീർത്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേലക്കാരൻ സമീപിക്കുന്നു. ഇവിടെ ഇത് ലീഗലി ഇമ്പോസിബിൾ ആണ്. ഈ കൺസിഡറേഷൻ നിങ്ങൾ എൻഫോഴ്സബിൾ ഇല്ല. നാളെ സമയത്ത് ഇതുപോലെ നിങ്ങൾ വേലക്കാരന് പൈസ കൊടുത്തിട്ട് ഇതാണ് കാരണം എന്ന് പറഞ്ഞ് കോടതി എന്ന് പറയുന്നു, കൺസിഡറേഷൻ എൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇല്ല, നടക്കത്തില്ല. കാരണം ഈ പറയുന്ന കാര്യം നടക്കും. കാരണം വെച്ചാൽ എന്താണ്, ലീഗലി ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. കാരണം ഒരു മാസ്റ്റർ എന്ന് വെച്ചാൽ എൻ്റെ ഓണറിന്റെ കിട്ടാനുള്ള ഡ്യൂസ്, കിട്ടാനുള്ള ഡ്യൂസുകൾ, ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് ക്ലിയർ ചെയ്യാൻ ആയിട്ടുള്ള സെറ്റിൽമെന്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഇതുപോലുള്ള ഡീലിംഗ് ചെയ്യാനായിട്ട് സർവന്റ് അലൗഡ് അല്ല. ഇറ്റ്സ് എഗെയിൻസ്റ്റ് ലോ. അപ്പൊ അതുകൊണ്ട് ഈ കൺസിഡറേഷൻ നടക്കത്തില്ല. ഇനി അടുത്തൊരു പോയിന്റോടെ നമുക്ക് പറയാം. എന്തെന്ന് വെച്ചാൽ ലീഗലി ബൗണ്ട് ടു ഡു, അതൊരു കഥ പറയാം. ഇപ്പോ കോൺട്രാക്ട് വഴിയോ അല്ലെങ്കിൽ ജനറൽ ലോ വഴിയോ ആർക്കെങ്കിലും ലീഗലി ബൗണ്ട് ടു ഡു ആൻ ആക്ട് ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ എനിക്ക് ഒരു സമൻസ് വരുന്നത് കോടതിയിൽ അപ്പിയർ ചെയ്യാനായിട്ട്. കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന എനിക്ക് അവിടെ വരെ പോകുന്ന എൻ്റെ ചെലവ്, ഭക്ഷണം, ചായ, അവിടെ വെറുതെ ഇരിക്കേണ്ട സ്പെൻഡ് ചെയ്യുന്ന ടൈം, അവിടുത്തെ എൻ്റെ ഭക്ഷണം, എനിക്ക് ഉള്ള ബാക്കിയുള്ള ചെലവുകൾ എല്ലാം മൊത്തം നിങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഇവിടെ കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത് എന്ത് വേണേൽ തരാമെന്നാണ് പറയുന്നത്. പൈസ എത്ര വേണേൽ തരാം, നമുക്കത് ഒരു 10,000-3000 രൂപ തരാം എന്ന് പറയും. നിങ്ങൾ അവിടെ പോയി കഷ്ടപ്പെട്ടിരിക്കുന്നതല്ലേ, അവിടെ പോയി ഇരിക്കുന്ന സമയം കളഞ്ഞു പോകുന്നു, നിങ്ങളുടെ കാര്യം നടക്കുന്നു, കോടതിക്കകത്ത് ഇരിക്കേണ്ട സമയം, ഇതിനെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറയുന്നു. പക്ഷെ ഇത് ലീഗലി ബൗണ്ട് ടു ഡു ആണ് ഞാൻ. കാരണം കോർട്ട് ഓഫ് ലോ എന്നൊരു സമൻസ് പോലെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യിക്കണം. അതെനിക്ക് അഡീഷണൽ പൈസ തന്നിട്ട് അതുകൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്താണ്, ഞാൻ ലീഗലി ബൗണ്ട് ടു ഡു, ഞാൻ ചെയ്തേ തീർച്ചയായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ എനിക്ക്. കാരണം നിയമം അത് പറയുന്നു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ലീഗലി ബൗണ്ട് ടു ഡു ചെയ്തു കഴിഞ്ഞാൽ അതിന് എനിക്ക് അഡീഷണൽ ആയിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുഡ് കൺസിഡറേഷൻ അല്ല. അപ്പൊ ഈ പറഞ്ഞ കോൺട്രാക്റ്റിൽ എൻഫോഴ്സ് ചെയ്യാൻ നിങ്ങളും ഞാനും പറ്റത്തില്ല. കാരണം എനിക്ക് തന്നെ കൺസിഡറേഷൻ ഒരിക്കലും വാലിഡ് കൺസിഡറേഷൻ അല്ല. എൻ്റെ ഈ ചെലവും കാര്യങ്ങളും എല്ലാം നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഇതാണ് കൺസിഡറേഷന്റെ പ്രധാന പോയിന്റ്. ഇനി ലാസ്റ്റ് പോയിന്റിലൂടെ നമുക്ക് വരാം. കൺസിഡറേഷൻ ഒരിക്കലും ഇമ്മോറൽ, ഇല്ലീഗൽ, അൺലാഫുൾ ആവരുത്. ഈ ടോപ്പിക്ക് വരുന്നത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് വരുന്നത്. നമുക്ക് കൺസിഡറേഷൻ പോയിന്റ് ഇവിടെ തീർന്നു. പക്ഷേ നമ്മൾ അടുത്ത സെഷനിൽ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ഈ കൺസിഡറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ അത് ഡിസ്കസ് ചെയ്യാം അടുത്ത സെഷനിൽ. ഇന്നത്തെ സെഷൻ ഇവിടെ തീർന്നിരിക്കുന്നു. ഓക്കെ, ബൈ ബൈ ബൈ.